بسم الله الرحمن الرحيم الذين يخرجون من ديارهم بغير حق إلا أن يقولوا ربنا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമൂഹം അവരുടെ ആരാധനകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ വർഷം അഥവാ ഹിജറ 1446 മുസ്ലിം സമൂഹം പ്രവേശിക്കാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി തീരാണ്. ഒരു ഹിജറ വർഷം തുടങ്ങുന്നത് ഇനി വരാനുള്ള പവിത്രമായ മുഹറം മാസത്തിലൂടെയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് വിട പറയാൻ പോകുന്ന ഈ വർഷത്തിലെ കർമ്മങ്ങളെക്കുറിച്ചൊരു ഇവാലുവേഷൻ, ആ ഒരു വർഷത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെ കണ്ടെത്തി തിരുത്താനും നാളെ പരലോകത്തേക്കുള്ള യാത്രയിൽ എന്തൊക്കെ കർമ്മങ്ങളാണ് ഞാൻ ചെയ്തത് എന്ന് പരിശോധന നടത്തേണ്ട ഒരു സന്ദർഭമായിട്ടാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട ചിന്ത. കലണ്ടർ മറിക്കുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്നൊരു കാര്യം, വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് നമ്മുടെ ആയുസ്സിൽ നിന്ന് അള്ളാഹു നമുക്ക് ബാക്കിയാക്കി തന്നിട്ടുള്ളതെന്ന്. ഓരോ മാസവും നമ്മൾ കഴിയുമ്പോൾ, ഓരോ ദിവസങ്ങളും നമ്മൾ കാണുമ്പോൾ എന്റെ അന്ത്യയാത്രക്കുള്ള മാസമാണ്, ദിവസമാണ് അടുത്തിരിക്കുന്നത് എന്ന ഒരു ഓർമ്മ. അഅ്മാറു ഉമ്മത്തി 60 വ 70. എന്റെ ഈ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അതിന്റെ മേലക്ക് കിട്ടിയാൽ അള്ളാഹു തന്നൊരു ഓഫറായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ, ഒരു ഹിജറ വർഷം വിട പറഞ്ഞു പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എന്ത് സമ്പാദിച്ചു എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാളെ ഒരു മനുഷ്യന്റെ കാല് പരലോകത്തെ അത് മുന്നോട്ട് വെക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല, 4 കാര്യങ്ങൾക്ക് അവൻ ഉത്തരം പറയാതെ. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് വഅൻ ഉംരിഹി ഫീമാ അഫ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ആയുസ്, ആ ആയുസ് നീ എന്തിൽ ചെലവാക്കിയെന്ന്. അഥവാ നമ്മുടെ വിലപിടിപ്പുള്ള സമയം, നമ്മുടെ വിലപിടിപ്പുള്ള ഈ ആയുസ്, അതിനെക്കുറിച്ച് കൃത്യമായി അല്ലാഹു തആല ചോദ്യം ചെയ്യും. എന്റെ ആയുസ്സിൽ നിന്ന് 60-ഉം 70-ഉം വർഷം തീർന്ന ഈ ഒരു സാഹചര്യത്തിൽ നാളെ ആ റബ്ബിന്റെ കോടതിയിൽ ആ ചോദ്യങ്ങൾക്ക് എന്തു മറുപടി ഞാൻ പറയുമെന്ന ഒരു ആലോചന. നിന്റെ ആയുസ് നീ എന്തിൽ ചെലവാക്കിയെന്ന് ഒരു 60-കാരനോട്, 50-കാരനോട്, 70-കാരനോട് അള്ളാഹു ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്തു മറുപടിയാണ് നമ്മൾ പറയുക എന്നൊരു ആത്മപരിശോധന ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ നടത്തേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ
നമ്മുടെ കാല് ഒരു മുന്നോട്ട് വെക്കാൻ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ അല്ലാഹു തആല സമ്മതിക്കൂലെന്ന്. അതാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മറ്റൊരു ചിന്ത. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ശക്തമായ ഒരു ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അഥവാ ഒരു പുതിയ ഇസ്ലാമിനെ സംബന്ധിച്ചൊരു പുതിയ ന്യൂ ഇയറിനെ സ്വീകരിക്കുമ്പോൾ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും കള്ളുകുടിച്ചും ആണും പെണ്ണും നടുറോഡിൽ പാട്ടും ഡാൻസുമായി കൂത്താടുന്ന ഒരു ആഘോഷം ഇസ്ലാമിക കലണ്ടറുകളിൽ, ഇസ്ലാമിക പുതുവർഷങ്ങളിൽ കാണുക സാധ്യമല്ല. ഒരു പുതിയ ന്യൂ ഇയറിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തങ്ങളും വൃത്തികേടുകളും ആഭാസങ്ങളും ഇസ്ലാമിക പുതുവർഷത്തിൽ, ഇസ്ലാമിക ന്യൂ ഇയറിൽ പ്രിയമുള്ളവരെ കാണുക സാധ്യമല്ല. കള്ളുകുടിച്ചും പടക്കം പൊട്ടിച്ചും തെരുവുകളിൽ 12mm ബൈക്കിന്റെ മുകളിൽ കയറി നിന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന യുവാക്കളുടെ ആഭാസങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ആഘോഷമല്ല ഇസ്ലാമിലെ ന്യൂ ഇയർ. ഇസ്ലാമിക ന്യൂ ഇയർ, ഇസ്ലാമിലെ പുതുവർഷം എന്ന് പറയുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ത്യാഗത്തിന്റെ, പീഡനത്തിന്റെ കഥകളാണ്. ഇസ്ലാമിൽ ഓരോ പുതുവർഷം വരുമ്പോഴും ഓരോ വർഷവും വിട പറഞ്ഞു പോകുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സ്മരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ആ വർഷത്തെ, ഒരു പുതിയ ന്യൂ ഇയറിനെ ആഘോഷിക്കുക ഒരു മുസ്ലിമിന് സാധിക്കൂല. കാരണം ജനിച്ചു വീണ നാടിനെയും ആ നാട്ടുകാരെയും ആ നാട്ടിലവർ സമ്പാദിച്ച സർവ്വ സമ്പത്തുക്കളും കുടുംബങ്ങളെയും മക്കളെയും സകല സൗഭാഗ്യങ്ങളെയും വലിച്ചെറിഞ്ഞ് അതിനേക്കാളൊക്കെ തനിക്ക് വലുത് താൻ തന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആദർശമാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി റസൂലുള്ളാഹിയും സ്വഹാബത്തും മക്കയിൽ നിന്ന് യസ്രിബിന്റെ മണ്ണിലേക്ക് ഹാദിഹി ത്വയ്ബ, ഇതാണ് ത്വയ്ബ എന്ന് പ്രവാചകൻ വിളിച്ച ഇന്നത്തെ മദീനയിലേക്ക് പ്രവാചകരും സ്വഹാബത്തും പോയ ത്യാഗത്തിന്റെ കഥകളാണ് പ്രിയമുള്ളവരെ ഹിജ്റ എന്ന് പറയുന്നത്. അത് ത്യാഗത്തിൻ്റെതാണ്, സമർപ്പണത്തിന്റെ ഹിജ്റയായിരുന്നു. എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹിജ്റ പോയത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ അവരെ മക്കയിൽ നിന്ന് പുറത്താക്കിയത്? വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന യുഖ്രിജൂന മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രമാണ്, ഞങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കൂല. എത്ര വലിയ പരീക്ഷണങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നാലും റബ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് പ്രവാചകരെയും സ്വഹാബത്തിനെയും ആ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നത്. കല്ലും മണ്ണും മണലും പാറകളും നിറഞ്ഞ മക്കയിൽ നിന്ന് ഈന്തപ്പന തോട്ടങ്ങൾ നിറഞ്ഞ യസ്രിബിന്റെ മണ്ണിലേക്ക്, അഥവാ മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോയത് പ്രിയപ്പെട്ടവരെ ആഹ്ലാദിക്കാനല്ല, അവിടെ ആനന്ദിക്കുവാനും അവിടെ പോയി സമ്പത്തുണ്ടാക്കാനും അവിടെ ടൂർ നടത്തി അടിച്ചുപൊളിച്ച് ആഘോഷിക്കാനല്ല പ്രവാചകരും സ്വഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മറിച്ച് കടുത്ത ഹൃദയവേദനയോടുകൂടിയാണ് അവർ പോകുന്നത്. അധിക പേരും ഒളിഞ്ഞുപോയവരാണ്, അഥവാ പാതിരാത്രിയിൽ രഹസ്യമായി ആരും കാണാതെ പോയവരാണ് പല സ്വഹാബാക്കളും. ഒരാൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ പച്ചക്ക് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോണത്. അതാരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ദീനുൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ ലവലേശം പേടിയില്ല ഉമറിന്. അള്ളാഹു തൃപ്തിപ്പെട്ടതാണോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്തിൽ അത് അനുവദനീയമാണോ? ഉമറിന്റെ മുന്നിൽ പിന്നെ ഒരു മഖ്ലൂക്കില്ല, ഒരു സൃഷ്ടിയെയും ഉമറിന് പിന്നെ പേടില്ല. എന്താ ഫാറൂഖി എന്ന പേര്? ഉമറുൽ ഫാറൂഖ് എന്ന് പറഞ്ഞ എന്തിനാ?
ഉമറിനൊരു സ്വഭാവമുണ്ട്. ഉമറുൽ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ, ഫാറൂഖ് എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തുന്നവനാണ്. ആ പേരെങ്ങനെ കിട്ടി? മുസ്ലിമായതിനു ശേഷം പ്രവാചകന്റെ അരികിൽ ദാറുൽ അർഖമിൽ വന്നു. സഫാ മലയുടെ ഭാഗത്ത് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി പ്രഖ്യാപിച്ച ഉടനെ ഉമറിന്റെ ചോദ്യം, നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വിവരിച്ചു തന്നതൊക്കെ സത്യമല്ലേ? അതേ ഉമറെ, സത്യാണ്. പിന്നെന്തിനാ പ്രവാചകരെ നാം ഒളിച്ചു നടക്കുന്നു? പിന്നെ എന്തുകൊണ്ട് നമുക്ക് പരസ്യപ്പെടുത്തിക്കൂടാ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ ഫർഖന്ന ബൈനൽ ഹഖ് വൽ ബാത്തിൽ കമാ ഫറഖ അല്ലാഹു ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഉടമസ്ഥനായ റബ്ബ് എങ്ങനെയാണോ അതിനെ വേർപ്പെടുത്തിയത്, അഥവാ കിഴക്കിനെയും പടിഞ്ഞാറിനെയും എങ്ങനെയാണോ ആ റബ്ബ് വേർപ്പെടുത്തിയത്, ഇതുപോലെ കമാ ഫറഖ അല്ലാഹു കമാ വല്ലാഹി ലൗ ഫർഖ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, അല്ലാഹുവാണ് സത്യം, ഹക്കും ബാത്തിലും ഞാൻ വേർതിരിച്ചിരിക്കും തീർച്ച. ഉമർ മുസ്ലിമായ പിറ്റേ ദിവസം പ്രിയപ്പെട്ടവരെ രഹസ്യമായി കൊണ്ട് ഇബാദത്തുകൾ ചെയ്ത സ്വഹാബത്തെ കഅബയുടെ അരികിൽ വന്ന് പരസ്യമായി നിസ്കരിക്കാൻ തുടങ്ങി. അതാണ് ഉമറിന്റെ ധൈര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനെ വിളിച്ചിട്ട് പറയാ, യാ ഉമർ ലൗ സലക ഫജ്ജൻ, ഉമറെ, മദീനത്തെ ഒരു വഴിയിൽ നീ പ്രവേശിച്ചാൽ, ഒരു റോഡിലൂടെ നീ പ്രവേശിച്ചാൽ, ആ റോഡിന്റെ മറുഭാഗത്തെങ്ങാനും പിശാച് വന്നു, അഥവാ പിശാചിനെ നിന്നെ കാണാനിടയായാൽ, ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിൻ, നിന്റെ ആ മാർഗം വിട്ട്, അഥവാ നിന്റെ ആ റോഡ് വിട്ട് ശൈത്വാൻ വേറെ റോഡിലൂടെ ഓടുന്നതാണ്. അത്ര കൃത്യമാണ് ഉമർ ഫാറൂഖിന്റെ വിശ്വാസം. അഥവാ ശൈത്വാന് പോലും ഉമറിനെ കണ്ട പേടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിന്റെ മുഖത്തോക്കി പറഞ്ഞ കാര്യമാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഓരോ പ്രമാണിമാരെ വീടിന്റെ വാതിൽ പോയി മുട്ടാണ് ഹിജ്റ പോകുമ്പോ. പോയിട്ട് മുട്ടിയിട്ട് പറയാ, ഞാന് മദീനത്തേക്ക് ഹിജ്റ പോവാണ്, തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോന്ന്. കഅബാലയത്തിന്റെ മുറ്റത്തൊരു പാറക്കല്ലിന്റെ മുകളിൽ കയറി ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അഹ്ല മക്ക, ഏ മക്ക നിവാസികളെ, ഞാനിതാ എന്റെ ദീനം കൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോവാണ്. രഹസ്യമായി പേടിച്ചിട്ടല്ല ഉമർ പോണത്, പരസ്യമായി നിങ്ങളുടെ കൺമുന്നിലൂടെ ഞാൻ ഹിജ്റ പോകുകയാണ്. ആർക്കെങ്കിലും തന്റെ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടാൻ, ഏതെങ്കിലും ഭാര്യമാർക്ക് വിധവകളാകാൻ, ഏതെങ്കിലും മക്കൾ യതീമുകളാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, തയ്യാറുണ്ടെങ്കിൽ, ഉമറിദാ ആ പാറക്കല്ലിന്റെ മുകളിൽ കാണും. മക്കയുടെ സമീപത്ത് ഉമറുണ്ട്, ആർക്കും വരാം. ഞാൻ അപ്പുറത്തുള്ള മലഞ്ചെരുവിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിധിയുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാന്ന് പരസ്യമായി വെല്ലുവിളിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ പറഞ്ഞ ധൈര്യധാരങ്ങൾ തന്റെ ശരീരത്തിന്റെ പവറൊന്നുമല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ച ധൈര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ ധൈര്യമാണ്. പ്രിയമുള്ളവരെ, ഉമറിന്റെ നാവിലൂടെ ആ ഒരു വാക്ക് വരാനുള്ള കാരണം, പ്രവാചകരും അബൂബക്കറും ഒരുമിച്ചാണ് യാത്ര പോണത്. സൗർ ഗുഹയെ ലക്ഷ്യമാക്കിയാണ് യാത്ര. വഴികാട്ടിയായിട്ടുള്ളത് ആരാന്നറിയോ? ഹിജ്റയുടെ ചരിത്രത്തില് മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പാടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴികാട്ടിയായിട്ടുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അരീഖത്താണ്. ആരാ സഹോദരങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത്? അദ്ദേഹം മുസ്ലിമല്ല, മുശ്രിക്കാണ്, അമുസ്ലിമാണ്. മതേതര സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ഇതിൽ കൃത്യമായ പാഠമുണ്ട്. അമുസ്ലിമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അറിയാം അവൻ എന്നെ ചതിക്കൂലാന്ന്, എന്റെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുക്കില്ലെന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട് പ്രവാചകന്. അതുകൊണ്ട് അമുസ്ലിമായ അയാളെ തന്നെ പ്രവാചകൻ വഴികാട്ടിയായിട്ട് സ്വീകരിക്കാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, അമുസ്ലിം സഹോദരങ്ങളെ ആട്ടിയകറ്റാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അവരെ ചേർത്തു പിടിച്ച് കടമകൾ നിർവഹിക്കാൻ പറ്റണം. ഇത് ഹിജ്റയിൽ നിന്ന് വിശ്വാസികൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ടവരെ, ജനിച്ചു വളർന്ന നാട് വിട്ടുപോകാൻ ആഗ്രഹമില്ല. സ്വന്തം ജനിച്ച ജന്മനാട്ടിൽ നിന്ന് പോവാൻ ഒരു ആഗ്രഹവും പ്രവാചകനില്ല. നല്ല വിഷമുണ്ട് മനസ്സിൽ.
അത്ര ഹൃദയവേദനയോടുകൂടിയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് പോകുന്നത്. താൻ കളിച്ചു വളർന്ന മക്കയാണ്, താൻ കച്ചവടം ചെയ്ത മക്ക, തന്റെ കൂട്ടുകാരുള്ള കുടുംബങ്ങളുള്ള മക്ക. ആ മക്കയെ വിട്ടുപോകുമ്പോ കടുത്ത ഹൃദയവേദനയോടുകൂടിയാണ് റസൂലുള്ളാഹി പുറപ്പെടുന്നത്. പ്രവാചകൻ ഹിജറ പോയി മദീനക്കരികിലെത്തി, അഥവാ മദീനയുടെ ആ അരികിലേക്ക് എത്തിയ സമയത്ത് അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കി പറയാണ്, യാ മക്ക വല്ലാഹി ഇന്നക ലഖൈറുൻ അർളില്ലാ, ഏ മക്ക വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നക ലഖൈറുൻ അർളില്ലാ, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും പവിത്രമായ ഭൂമിയാണ് മക്ക നീ. വഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മക്ക നീ. വലൗലാ അന്നി ഉഖ്രിജത മിൻക കമാ ഖറജ്തു, ഇവിടുത്തെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കുമായിരുന്നു. ഒരിക്കലും ഞാൻ മക്ക നിന്നെ വിട്ട് ഞാൻ മദീനയിലേക്ക് വരില്ലായിരുന്നു. പ്രവാചകന് ജനിച്ച നാടിനോടുള്ള സ്നേഹമാണത്. സ്വന്തം നാടിനെ വെറുത്തിട്ടല്ല പ്രവാചകന് പോയത്. സ്വന്തം നാട്ടില് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് 10 കൊല്ലക്കാലം പ്രിയപ്പെട്ടവരെ ക്ഷമിച്ചും സഹിച്ചും പ്രവാചകൻ ആ നാട്ടില് ജീവിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകളെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കൂല, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല പറഞ്ഞുകൊണ്ട് യമനിലേക്കും സിറിയയിലേക്കൊക്കെ ഹിജ്റ പോണ കുറെ ആളുകളുണ്ട്. അല്ല, ബുദ്ധികേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രവാചകരും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു അവരെ സൗർ ഗുഹയിലെത്തിയ ഉടനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മകനെ വിളിച്ചു, അബ്ദുല്ലാനെ. എന്നിട്ട് മകനോട് പറയാ, ഞങ്ങൾ ഈ ഗുഹയിലാണ് താമസിക്കുന്നത്, നീ പകൽ സമയത്ത് മക്കയിലെ പ്രമാണിമാരെ വീടിന്റെ അരികിൽ നീ ഒളിച്ചിരിക്കണം, അവരുടെ വർത്തമാനങ്ങൾ നീ കേൾക്കണം, അവരുടെ പ്ലാൻ എന്താന്ന് മനസ്സിലാക്കി വരണം. രാത്രി ഇരുൾ മൂടിക്കഴിഞ്ഞാൽ നീ ഈ ഗുഹയിലേക്ക് കയറി വന്ന് നമുക്ക് എല്ലാ വിവരങ്ങളും തരണം. ഒരു രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി, എന്താണ് ശത്രുക്കളുടെ പ്ലാൻ എന്ന് അറിയാൻ വേണ്ടി. ആരാ പ്രിയമുള്ളവരത് ഏൽപ്പിക്കണത്? താജുൽ ഔലിയാണ്. ഔലിയാക്കന്മാരുടെ നേതാവായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തൊട്ടടുത്ത് മക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അപ്പോ അതറിയാൻ വേണ്ടി ഒരാളെ തന്റെ സ്വന്തം മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു വരണം. നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാരുടെ പ്രത്യേകത എന്താ? ഓലെ മനസ്സിലുള്ളത് അറിയും. ലോകം നിയന്ത്രിക്കണത് അല്ലെ, എന്ന CM ഔലിയാണ്. കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടിപ്പറഞ്ഞോവർന്നാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭകമെന്നോവർ. മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് ഒരു കുപ്പിയിലൊരു വസ്തു ഇട്ടാൽ അത് കാണുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് കാണാൻ പറ്റും. മുദിശിക്കുന്നതാണ്. മുദിശിക്കാന്ന് പറഞ്ഞിട്ടില്ല. യഥാർത്ഥ മുവഹിദാണ്, തൗഹീദുള്ള ആളാണ് മുഹദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു സംശയം വേണ്ട. ഇന്ന് ചില ആളുകളെ വിശ്വാസം അങ്ങനെയാണ്. നമുക്ക് താജുൽ ഔലിയാണ്. ആ ഔലിയക്ക് തൊട്ടടുത്ത് മക്കയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല, അതിനുവേണ്ടി ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ പറഞ്ഞു, അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്ന കാൽപ്പാടുകൾ, ആ കാൽപ്പാടുകൾ കണ്ടാൽ അതിലൂടെ ശത്രുക്കൾ വരും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖാദിമിനെ അദ്ദേഹം ഏൽപ്പിച്ചു, അമീർ ഇബ്നു ഫുഹൈറ. അദ്ദേഹം ഒരു ആട്ടിടയനാണ്. അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും പാല് കറന്നിട്ട് കൊടുക്കും. തിരിച്ചു പോണ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആടിനെ തെളിച്ചു കൊണ്ടുപോകുമ്പോ ആട് മുന്നിൽ പോകണം, നീ അതിന്റെ ബാക്കിൽ വരണം. എന്തിനാ? ഇല്ലേ, കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, ആടിനെ നീ മുന്നിൽ പോകണം, ആട് ബാക്കിൽ വരണം. അപ്പൊ നീ നടന്നു പോകുമ്പോ എന്ത് ചെയ്യും? അതിന്റെ ബാക്കിൽ ആടിന്റെ കാൽപ്പാട് കാണും. അവിടെ ഗുഹയിൽ ആടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ, ഒരു ആട്ടിടയനാണ് നടന്നുപോയതെന്ന് അറിയാൻ വേണ്ടി കൃത്യമായ പ്ലാനിങ് ആണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല സമാധാനമുണ്ട്, ഒരു ടെൻഷനും പ്രവാചകനില്ല. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലെ, ഭാവി എന്താകുമെന്ന് ആലോചിച്ചിട്ടല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തിട്ടുള്ള സങ്കടമാണ്. കാരണം പ്രവാചകനെ സഹായിക്കാനുള്ളതാരാ? ഞാനാണ്. ഖുറൈശികളെങ്ങാനും വന്ന് പിടികൂടിയാൽ അള്ളാഹുവിന്റെ റസൂലിനെ അവർ ഉപദ്രവിക്കും, അതെനിക്ക് താങ്ങാൻ പറ്റൂല. കാരണം പ്രവാചകന്റെ സംരക്ഷകനായിട്ടുള്ള എനിക്കത് എന്ത് ചെയ്യൂല, ഒരിക്കലും താങ്ങാൻ പറ്റൂല. ആ സങ്കടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണ് നോക്കി ആദ്യം ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. തന്റെ കുപ്പായൂരി, താൻ ഉടുത്ത കുപ്പായമൂരി ആ ഗുഹയുടെ ഉള്ളിൽ തുടച്ച് വൃത്തിയാക്കി ആ കുപ്പായം വലിച്ചു കീറി, അതുകൊണ്ട് ആ ഗുഹയിലുള്ള പൊത്തുകൾ മൊത്തം അടക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിന് പാമ്പ് പിടിച്ചു, ചരിത്രം നമുക്കറിയാം. അല്ല, പ്രവാചകനെ പുറത്തു നിർത്തി, പ്രവാചകനെ പുറത്തു നിർത്തി ഉള്ളിൽ കയറി തന്റെ ഷർട്ട് കൂടി തുടച്ച് വൃത്തിയാക്കി പൊത്തുകൾ അടച്ചിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ ഇനി കയറി വന്നോളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ ഗുഹയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്റെ പ്രിയ കൂട്ടുകാരന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ആ പ്രവാചകൻ ആ ഗുഹയിൽ കിടക്കുന്നത്. എന്തൊരു സ്നേഹം നോക്കി നിങ്ങൾ, എത്ര നല്ല കൂട്ടുകാരൻ. ലോകത്ത് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഏത് കൂട്ടുകാരാ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കുള്ളത്? സ്വന്തം കൂട്ടുകാരനു വേണ്ടി പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ മഹത്വം ഉണ്ടാവും. അതിനിടയിൽ ആ ഗുഹയുടെ മുന്നിൽ ശത്രുക്കൾ വന്നു. ഗുഹയുടെ ഉള്ളിൽ നിന്ന് അബൂബക്കറും പ്രവാചകരും ശത്രുക്കളുടെ കാല് കാണുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു. റസൂലുള്ളാഹി ചോദിക്കുക, റസൂലുള്ളാഹ് ലൗ അന്ന അഹദുഹുന്ന നദറ ഇലാ മൗദിഇ ഖദമൈനി അബ്സർന, അല്ലാഹുവിന്റെ പ്രവാചകരെ ആ ശത്രുക്കളൊന്ന് കുനിഞ്ഞു നോക്കിയാൽ, ഒന്നിങ്ങനെ കുനിഞ്ഞു നോക്കിയാൽ അവർ നമ്മളെ കാണൂലെന്നാണ്. അവരെങ്ങാനും നമ്മളെ കണ്ടാൽ അവരെ നമ്മളെ കൊന്നുകളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ അബൂബക്കർ മാ ളന്നുക, അബൂബക്കറെ എന്താ നീ വിചാരിച്ചത്? ബിസ്നൈനി വല്ലാഹി സാലിസഹുമാ, അബൂബക്കറെ ഈ ഗുഹയിൽ ഞാനും നീയും മാത്രമാണെന്നാണ് നീ വിചാരിക്കുന്നത്? അല്ല, വല്ലാഹി സാലിസഹുമാ, മൂന്നാമതായി നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്നാണ്. അതിനർത്ഥം എന്താ? ഗുഹയിനുള്ളിൽ അല്ലാഹ് ഉണ്ടെന്നാ. ഇത് തൗഹീദിന്റെ നമ്മളെ അഖീദയുടെ ഭാഗമാണ്, കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ചില ആളുകളെ അല്ലെ അയിനല്ലാ എന്ന് ചോദിച്ചാൽ അല്ല എവിടെയെന്ന് ചോദിച്ചാൽ അല്ല എല്ലായിടത്തുണ്ട് പറയും. അയിനല്ലാ, അല്ലാഹു ഫിസ്സമാ എന്നാണ്. അല്ലാഹു ഏഴാകാശത്തിന്റെ മുകളിലാണ്. ആ ഏഴാകാശത്തിന്റെ മുകളിൽ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടല്ല എല്ലാം നിയന്ത്രിക്കുകയാണ്. അതാണ് അഖീദ, അതാണ് വിശ്വാസം. അതിനെതിരായ വിശ്വാസമുള്ള ആള് അയാൾ അഖീദ ക്ലിയർ അല്ല. അല്ലാഹ് എല്ലായിടത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെ വിശ്വാസം അതെന്തല്ല, അത് ശരിയല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാണുന്ന ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അതങ്ങനെ വിശ്വസിക്കണം. അതെങ്ങനെ, എപ്പോ, ഏത് കോലത്തിലൊന്നും നമുക്കറിയില്ല. അതങ്ങനെ വിശ്വസിക്കുക, അതാണ് വിശ്വാസം. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അതിനെ പരിഹസിച്ചിട്ട് ഇന്ത്യയിൽ പകലാവുമ്പോ അമേരിക്കയിൽ രാത്രിയിൽ അപ്പൊ നിങ്ങൾക്ക് രണ്ടല്ലുണ്ടോന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. രണ്ടല്ലുണ്ടോ? അത് അല്ലെ ഒരിക്കലും പാടില്ലാത്ത ചോദ്യം. അല്ലാഹു തആല അല്ലാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാല് ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുക. അതിനെ ചോദ്യം ചെയ്യാൻ വിശ്വസിക്കുക അവകാശമില്ല. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പറയാണ്, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കണ്ട, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്നാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്ന് നമുക്കുള്ള മറ്റൊരു പാഠം. തവക്കൽതു അലല്ലാഹ്. പ്രിയമുള്ളവരെ, എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും, എത്ര വലിയ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തവക്കുലാക്കാൻ പറ്റണം. അതാണ് ഹിജ്റയിൽ നമ്മൾ പഠിക്കേണ്ട വേറൊരു വിഷയം. നോക്കൂ നിങ്ങളെ, 3 ദിവസം പ്രവാചകരും അബൂബക്കർ സിദ്ദീഖും ആ ഗുഹയിൽ താമസിക്കേന്.
ഗുഹയിൽ താമസിച്ച 3 ദിവസത്തിന് ശേഷം അവർ പുറപ്പെട്ടു. മക്കയിലെ പ്രമാണിമാര് പറഞ്ഞു, അവിടെ ചർച്ച നടക്കുകയാണ്. മുഹമ്മദ് നബിയെ പിടിച്ചു തരുന്ന ആളുകൾക്ക് 100 ഒട്ടകം സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞു. മഹാനായ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. വന്ന മുസ്ലിം അല്ല അദ്ദേഹം ഇത് കേൾക്കുകയാണ്. കാട്ടറബിയാണ്, മരുഭൂമിയിൽ താമസിക്കുന്ന ആളാണ്. തന്റെ കുതിരപ്പുറത്ത് അദ്ദേഹം പ്രവാചകനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യാത്ര പോവുക. എന്താ സുറാഖന്റെ പ്രത്യേകത അറിയും? സുറാഖക്കും സുറാഖന്റെ കുതിരക്കും ആ മരുഭൂമിയിൽ അറിയാത്ത സ്ഥലങ്ങളില്ല. അത് മക്കക്കാർക്കിടയിൽ പാട്ടാണ് അല്ലെ. സുറാഖന്റെ കുതിര എന്നുള്ളത് മക്കക്കാർക്കിടയിൽ ഒരു ചർച്ച തന്നെയാണ്. ആ കുതിരക്ക് അറിയാത്ത ഒരു സ്ഥലമില്ല. സുറാഖ മക്കയുടെ ആ മരുഭൂമിയിലെ മുക്കും മൂലയും അരിഞ്ഞു മുറുക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ സുറാഖ എത്തുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, സുറാഖ പ്രവാചകന്റെ പിന്നിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈനീട്ടി പ്രാർത്ഥിക്കുന്നു. അതാ സുറാഖയുടെ കുതിരന്റെ കാല് മണ്ണിലേക്ക് ആണ്ടുപോയി. സുറാഖ 2-3 തവണയ്ക്ക് കുതിരയെ എണീപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. അവസാനം രക്ഷയില്ലാന്ന് കണ്ടപ്പോ സുറാഖ വിളിച്ചു പറയാണ്, പ്രവാചകരെ, എനിക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റൂല എന്ന് ഉറപ്പായി, ഞാൻ തിരിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുറാഖയെ വിളിച്ചു, സുറാഖ, പേർഷ്യൻ രാജാവിന്റെ കിരീടവും ആ രാജാവിന്റെ പട്ടിന്റെ ഉടയാളകളും നീ അണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സുറാഖ പറഞ്ഞു. സുറാഖ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, കാട്ടറബിയായ ഞാൻ എവിടെ കിടക്കുന്നു, പേർഷ്യൻ രാജാവ് എവിടെ കിടക്കുന്നു? ഇതെന്ത് തമാശയാണ്? പേർഷ്യൻ രാജാവിന്റെ കിരീടന്റെ തലയിലോ അദ്ദേഹം അണിഞ്ഞ പട്ടിന്റെ ഉടയാളകൾ എന്റെ ശരീരത്തിൽ ഞാൻ അണിയേ? ഈ നിസ്സാരക്കാരനായ കാട്ടറബിയായ മരുഭൂമിയിൽ താമസിക്കുന്ന ഈ ഞാനോ? അതായത് തമാശയായി കണ്ടു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണം കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ സുഹാബിയുടെ ഭരണകാലത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം പേർഷ്യ തകർന്നു തരിപ്പണായി. പേർഷ്യ ദീനുൽ ഇസ്ലാമിന്റെ കാൽ കീഴിൽ വന്നു. അന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിലാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ രാജാവിന്റെ കിരീടവും സ്വർണ്ണ നാണയങ്ങളും പട്ടിന്റെ ഉടയാടകളും മദീനയിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് കയ്യിൽ കിട്ടിയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കരയാ. ഇത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ ചോദിക്കുകയാണ്, മായുബക്കി, പ്രവാചകരെ, എന്തിനാ നിങ്ങൾ കരയണത്? ഉമർ പറയാണ്, അനുഗ്രഹങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ കിട്ടുകയാണോന്ന് ഞാൻ ബേജാറാക്കാണ്. പടലോകത്ത് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദുനിയാവിലെ പ്രിയമുള്ളവരെ, കൂടുതൽ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നറിയും, കൂടുതൽ അനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ പരലോകത്തിന് കുറവ് വരുന്നില്ലെങ്കിൽ ചില പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞു. നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാത്തതിന്റെ സങ്കടമാണ്. ദുനിയാവില് കിട്ടാത്തതിന്റെ സങ്കടം നമുക്കുണ്ടാകുക. അദ്ദേഹത്തിന് ദുനിയാവില് അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോ കരയാണ്. ഇതൊക്കെ ദുനിയാവ് തന്നെ കിട്ടി തീരണമെന്നാണ്, പരലോകത്ത് ഉണ്ടാവൂല എന്ന് പേടിച്ചിട്ട്. ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുക, അയിന സുറാഖത്ത് ഇബ്നു മാലിക്, എവിടെ സുറാഖ എന്ന് ചോദിച്ചു. സുറാഖ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നു. അദ്ദേഹം പടുവൃദ്ധനായിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സായിട്ടുണ്ട്. ഉമർ ചോദിച്ചു, സുറാഖ, ഈ സ്വർണത്തിന്റെ കിരീടം ഇത് നിനക്കുള്ളതാണ്, ഈ പട്ടിന്റെ വസ്ത്രം നിനക്കുള്ളതാണ്. താങ്കൾക്ക് ഓർമ്മല്ലേ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പ്രവാചകൻ നിന്നോട് പറഞ്ഞ ആ കാര്യം നിനക്ക് ഓർമ്മല്ലേ? അതുകൊണ്ട് സുറാഖ, നിങ്ങൾ ധരിക്കണം, നിങ്ങൾ ഈ കിരീടം അണിയണം, ഈ പേർഷ്യൻ രാജാവിന്റെ ഈ വസ്ത്രം നിങ്ങൾ ശരീരത്തിൽ ഉടുക്കണം. സുറാഖ ധരിച്ചു. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു, കളവ് പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടങ്ങൾ സംസാരിക്കാത്ത ആളാണ്.
കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുള്ളൂ. അന്ന് സുറാഖ മുസ്ലിമായതാണ്. ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. തിരിച്ചു വരുന്ന സമയത്ത് സുറാഖയെ മക്കയിലെ മുശ്രിക്കുകളെ നേതാക്കന്മാർ അദ്ദേഹത്തെ കാണുന്നുണ്ട്. സുറാഖ സുറാഖ എവിടുന്ന വരുന്നത്? റസൂലുള്ളാഹിനെ പിടിക്കാൻ പോയതാണ്. പക്ഷെ അവിടെ എവിടെയും റസൂലുള്ളാഹി അല്ല. അദ്ദേഹം കളവ് പറഞ്ഞു, പ്രവാചകൻ രക്ഷപ്പെടുത്താൻ. അവര് വീണ്ടും ചോദിച്ചു. സുറാഖ പറഞ്ഞു, സുറാഖ പറയാണ്, നിങ്ങൾക്ക് എന്നെ അറിയാലോ, എന്നെ നിങ്ങൾക്കറിയാലോ, ഈ മരുഭൂമിയിലെ മുക്കും മൂലയും അറിയുന്ന ആളാണ് ഞാൻ. എന്റെ കുതിരയെ നിങ്ങൾക്കറിയാം. ഇവിടെ എവിടെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ എവിടെയില്ല. വന്ന ശത്രുക്കളെ അദ്ദേഹം തിരിച്ചയക്കാണ്. അഥവാ പ്രവാചകന് ശത്രുവായിട്ട് വന്ന ആളെ അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു പ്രവാചകന്റെ സംരക്ഷകനാക്കിയിട്ട് മാറ്റിയാണ്. അതാണ് റബ്ബുൽ ഇസ്സത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ള സഹോദരങ്ങളെ, യാത്രക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. ഒരുപാട് പാഠം പ്രിയമുള്ളവരെ ഹിജ്റയുടെ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികൾക്ക് പഠിക്കാനുണ്ട്. കൃത്യമായ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ മാറ്റം വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.